ഞാനിന്ന് ശകലം ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്. സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്. എല്ലാം ഞാൻ ചതച്ച് വെച്ചേക്കുക. ആവശ്യത്തിന് വേപ്പിലയുണ്ട്. പിന്നെ ഈ സവാള ഇങ്ങനെ വഴറ്റി വന്നു കഴിഞ്ഞിട്ടേ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ടെല്ലാം ചേർക്കത്തുള്ളൂ. ചിക്കൻ കറിയുടെ കൂടെ ഇന്ന് കപ്പപ്പുഴുക്കാണുള്ളത്. ഏട്ടൻ പറഞ്ഞേക്കുന്നത് ഇന്ന് കപ്പ പുഴുങ്ങിയെടുത്ത് കറിയുടെ കൂടെ കഴിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കപ്പ പുഴുക്കാണ് എടുക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങാനായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടായതുകൊണ്ട് ഒരു കൂട്ടം കപ്പ എടുത്തിട്ടുള്ളൂ. അധികം കപ്പ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോറിൻ്റെ കൂടെ ചെറുതായിട്ട് ഏട്ടന് കപ്പ കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ കപ്പ എടുത്തിട്ടുള്ളൂ. ചോറല്ലേ ഉച്ചയ്ക്ക് തിന്നുന്നത്. അപ്പം സുരേന്ദ്രന് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചെറിയ കപ്പ എടുത്തന്നേ ഉള്ളൂ പുഴുങ്ങാനായിട്ട്. നിങ്ങളൊക്കെ കപ്പയൊക്കെ പുഴുങ്ങി ചിക്കൻ്റെ കൂടെ കഴിക്കണം കേട്ടോ, സൂപ്പറാണ്. ഇന്ന് ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയതുകൊണ്ട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. തുണിയൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയൊക്കെ നല്ല തിളച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. രണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിനകത്ത് 2 തക്കാളിയും കൂടെ കണ്ടിച്ച് വേണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വേകണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ചെറിയ സിമ്മിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചതാണ്. കേട്ടോ, ഈ ചിക്കന് നമ്മൾ തക്കാളി അരിഞ്ഞിടുമ്പോഴുണ്ടല്ലോ ആ തക്കാളിയുടെ അരി കളയുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അരിയൊക്കെ കളഞ്ഞിടുന്നത്. മൂത്രത്തിക്കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് ഈ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വയറുവേദന കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തക്കാളിയുടെ അരി കളഞ്ഞിട്ട് നമ്മൾ എപ്പോഴായാലും സാമ്പാർ വെച്ചാലും അവിയൽ വെച്ചാലും ചിക്കൻ കറിയിലായാലും അരി കളഞ്ഞിട്ട് വേണം നമ്മൾ. ചീനി വേകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചീനി എന്ന് പറയുന്നത് അറിയില്ല, കപ്പയ്ക്കാ ചീനി എന്ന് പറയുന്നത്. കപ്പ വേകാനുള്ള വെള്ളമുണ്ട്. ഇത് ഇപ്പോഴും ഞാൻ ഉപ്പിടത്തില്ല. ഇതൊന്ന് വെന്ത് പരുവമാകുമ്പോഴത്തേന് ചെറിയ വേഗമാകുമ്പോഴത്തേന് ഞാൻ ഉപ്പ് ഇച്ചിരി ഇടത്തുള്ളൂ. കപ്പ വേഗട്ടെ ഇവിടെ. കപ്പ നന്നായി തിളയ്ക്കുന്നുണ്ട്. 5 മിനിറ്റിനുള്ളിൽ കപ്പ വേഗം കേട്ടോ. ഇച്ചിരി കഴിഞ്ഞിട്ട് ഉപ്പിടാം. കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല വേകുന്ന കപ്പയാണ്. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ കപ്പ വേകും. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ശകലം ഉപ്പിട്ടാൽ മതി. ഏട്ടാ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാ കുറച്ച് ഉപ്പിട്ടോ. ഞാൻ ഉപ്പിട്ടേക്കാം. മൂടി വേഗം ഒന്ന് അടപ്പത്തിരുന്നേ ഒന്ന് റെഡിയാകട്ടെ. ഞാൻ ഓഫ് ചെയ്ത് ഇത് കോരി മാറ്റാം കേട്ടോ. മാറ്റിക്കോ. നല്ല അടിപൊളി കപ്പയാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. സൂപ്പർ കപ്പയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ചിക്കൻ കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ? ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കഷ്ണം കപ്പ എടുത്ത് പുഴുങ്ങിയതാണ്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കപ്പയും കഴിക്കാം. കപ്പ പുഴുങ്ങിയതുണ്ട്, ചിക്കൻ കറിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ചോറ്. പിന്നെ
ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുഴുങ്ങിയതില്ലെങ്കിൽ ഞങ്ങൾ തേങ്ങ ഒക്കെ ചെറുകി കടുക് വറുത്ത് അരപ്പിട്ടെടുക്കുക ചെയ്യുന്ന ചീനി. ഇന്ന് ഇവിടെ ഞങ്ങൾ പുഴുക്കായിട്ടെടുത്തതാണ്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. എൻ്റെ ഈ കുഞ്ഞു പാചകം, അതായത് കപ്പ പുഴുങ്ങിയത് ചിക്കൻ കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.